ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഇട്ടിരുന്നു. മുപ്പട്ട് വെള്ളിയും രേവതി നക്ഷത്രവും കൂടി ഒന്നിച്ചു ചേരുന്ന വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞൊരു ദിവസമാണ് എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള ശുക്രഹോര സമയത്ത് നമ്മുടെ വീട്ടിലിട്ട് ധനവരവുണ്ടാകാൻ വേണ്ടി ചെയ്തു വെക്കേണ്ടുന്ന ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, അതായത് ഈ പൗർണമി, അമാവാസി ഇതുപോലെയുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു വെക്കുന്ന താന്ത്രികത്തിന് വളരെയധികം ഫലമുണ്ടായിരിക്കും. യാതൊരു വിധത്തിലുമുള്ള പണച്ചെലവുകളുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് എന്നതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു താന്ത്രികത്തിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു സംശയം ചോദിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രം വരച്ചിട്ട് നമ്മൾ ദേവിയെ ഒരു പൂജ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരുമോ എന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അങ്ങനെ അല്ലെങ്കിൽ പൗർണമിയിലോ ഈ സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രം വരച്ചിട്ട് നമ്മൾ ദേവിയുടെ 1000 നാമങ്ങളുണ്ട്. ലളിതാ സഹസ്രനാമം പോലെ തന്നെ ലക്ഷ്മി സഹസ്രനാമവുമുണ്ട്. അപ്പം അതിലെ ദേവിയുടെ 1000 നാമങ്ങൾ നമ്മൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ട് ചൊല്ലി അർച്ചന ചെയ്യുക. എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച, അങ്ങനെ അല്ലെങ്കിൽ മാസത്തിൽ വരുന്ന 30 വെള്ളിയാഴ്ച നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്ന് വരെ ഇത് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് താമരപ്പൂവിൻ്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് വരെ ഞാൻ ഈ പൂജ ചെയ്തിട്ടില്ല. താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ടല്ലാതെ മറ്റൊരു പൂക്കളും കൊണ്ട് ഇത് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലവും ലഭിക്കില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു നെയ്വിളക്കോ എന്തെങ്കിലും കൊളുത്തി വെച്ച് ലക്ഷ്മി ദേവിയുടെ ഒരു വിഗ്രഹം വെച്ച് അതിന് മുൻപിലായിട്ട് നമ്മൾ ഈ ഒരു കോലം അരിപ്പൊടി കൊണ്ട് വരച്ച് അതിലാണ്, ആ ഒരു കോലത്തിൽ നമ്മൾ ശ്രീം എന്ന് എഴുതും സെൻറ്ററിൽ. ആ ശ്രീമിലാണ് നമ്മൾ മഹാലക്ഷ്മിയായി കണ്ട് താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത്. അർച്ചന ചെയ്തതിന് ശേഷം ധൂപദീപ ആരതി എടുത്ത് നിവേദ്യം സമർപ്പിക്കണം. ശർക്കരയിൽ ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് സമർപ്പിക്കാം. അതേപോലെ തന്നെ നമുക്ക് പാൽപായസം ഉണ്ടാക്കി സമർപ്പിക്കാം, പാൽ ചോറ് ഉണ്ടാക്കി സമർപ്പിക്കാം. ഇതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ശ്ലോകം ചൊല്ലി നമ്മൾ അർച്ചന ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സമർപ്പിക്കേണ്ടുന്ന നിവേദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് താമരപ്പൂവിൻ്റെ ലഭ്യതയുണ്ട്, നല്ല രീതിയിൽ താമരപ്പൂവൊക്കെ കിട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഒരു മാസം തീർച്ചയായും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാകും. അടുപ്പിച്ച് ഒരു 6 മാസം നമ്മൾക്ക് ഈ ഒരു പൂജ വീട്ടിൽ ചെയ്യാൻ പറ്റിയാൽ പിന്നെ നിങ്ങളെ ഒന്നും പിടിച്ചാൽ കിട്ടുക പോലുമില്ല. കാരണം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പൂജ എന്ന് പറയുന്നത്. അപ്പം പറ്റുന്നവരൊക്കെ ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ വരുന്ന ശുക്രഹോര സമയത്താണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ വരുന്നുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം വെള്ളിയാഴ്ചകളിൽ ശുക്രഹോരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കിപ്പം പീരിയഡ്സോ പുലവാലായ്മയൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങളാരും നോൺ വെജും കഴിക്കില്ലല്ലോ. ഇനി അബദ്ധത്തിൽ നോൺ വെജ് കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് ഇത് ചെയ്യാം. അപ്പം വിളക്കിൻ്റെ മുൻപിലിരുന്ന് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനായി വേണ്ട വസ്തുക്കളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കളാണ് ഇതിന് വേണ്ടതെന്നുള്ളത്. അപ്പം ശുക്രഹോര സമയത്ത് നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വസ്തുക്കളെല്ലാം കൊണ്ട് വേണം പൂജയ്ക്ക് നമ്മൾ ഇരിക്കാൻ. പൂജ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ദേവിയൊക്കെ വെച്ച് ദേവിക്ക് മുമ്പിൽ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന വസ്തുക്കളെല്ലാം കൂടി നിങ്ങൾ ഒന്നിച്ച് ആക്കി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അതിൻ്റെ അടുത്തങ്ങ് വെച്ചിരിക്കണം. അതിന് ശേഷം ഞാൻ ഈ പറയുന്ന വസ്തു നിങ്ങൾക്കെടുത്ത് നിങ്ങളുടെ ധനം വെക്കുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മണി പേഴ്സിലോ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം.
ഈ ഒരു താന്ത്രികം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സിപ്ലോ കവറാണ്. ഇപ്പം ഇങ്ങനത്തെ സിപ്ലോ കവർ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുപ്പി എടുക്കാവുന്നതാണ്. അതായത് ജാമിൻ്റെയൊക്കെ ചെറിയ ബോട്ടിലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 6 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. പഞ്ചസാര എന്ന് പറയുന്നത് വെളുത്ത കളറിലെ വസ്തു ആയതുകൊണ്ടും ശുക്രഭഗവാന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് വെളുത്ത കളറിലെ വസ്തുക്കൾ എന്നതുകൊണ്ടുമാണ് നമ്മളിവിടെ പഞ്ചസാര എടുത്തിരിക്കുന്നത്. 6 എന്ന് പറയുന്നത് ശുക്രഭഗവാന്റെ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ 6 സ്പൂൺ പഞ്ചസാര എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 1 രൂപയുടെ 6 നാണയങ്ങളാണ് ഇട്ടത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 2 രൂപയാണെന്നുണ്ടെങ്കിൽ 3 2 രൂപ കോയിൻസ് ഇടാം. അങ്ങനെയല്ലെങ്കിൽ ഒരു 5 രൂപയുടെ കോയിനും ഒരു 1 രൂപയുടെ കോയിനും ഇടാം. പക്ഷേ 6 എന്ന് പറയുന്ന സംഖ്യ അവിടെ വരണമെന്നുള്ളതേ ഉള്ളൂ. 6 ശുക്രഭഗവാന്റെ നമ്പർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ 6 എന്നുള്ള സംഖ്യ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലത്തെ ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുത്തിട്ട് റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ പെൻസിലോ കൊണ്ട് ഓം റീം വസി വസി പണം പണം ധിനം ധിനം വസി വസി എന്ന് എഴുതി നമ്മൾ ഈ ഒരു സിപ്ലോ കവറിനകത്ത് ആക്കി, ആ കവറാണെങ്കിലും അതല്ല കുപ്പിയാണെന്നുണ്ടെങ്കിലും അത് അടച്ചു വെച്ചതിന് ശേഷം ലക്ഷ്മി പൂജ ചെയ്യുമ്പം ലക്ഷ്മി ദേവിയുടെ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കുപ്പി അല്ലെങ്കിൽ ആ ഒരു സിപ്ലോ കവർ വെക്കുക. വെച്ചതിന് ശേഷം സാധാരണ നിങ്ങൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ, ഇപ്പോൾ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ നിങ്ങൾ വൈകിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ഏത് ലക്ഷ്മി പൂജയാണോ ചെയ്യുന്നത് അതൊക്കെ അവിടെ ചെയ്യാവുന്നതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ദേവിയോട് എൻ്റെ വീട്ടിൽ നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാവാൻ വേണ്ടി അനുഗ്രഹിക്കണം അമ്മേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു സിപ്ലോ കവർ അതെടുത്ത് നിങ്ങൾ ധനം വെക്കുന്ന വീട്ടിൽ നമ്മൾ പൈസ സൂക്ഷിക്കുമല്ലോ, അലമാരിയില്ലെങ്കിൽ അലമാരി, അങ്ങനെയല്ല എവിടെയാണോ നിങ്ങൾ ധനം സൂക്ഷിക്കുന്നത് അവിടെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അങ്ങനെയല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന നിങ്ങളുടെ മണി പേഴ്സ് ഉണ്ടാകുമല്ലോ, ആ ഒരു മണി പേഴ്സിനുള്ളിൽ നമ്മൾ ഈ ഒരു ഇത് വെച്ച് കൊണ്ടുപോകാവുന്നതാണ്. ഇനി ഇത് എത്ര നാൾ അവിടെ ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം വരുന്ന 30 വെള്ളി വരെ നമുക്ക് ഈ ഒരു പേഴ്സിനകത്തോ അല്ലെങ്കിൽ ധനം വെക്കുന്നിടത്തോ ഈ ഒരു കുപ്പി അല്ലെങ്കിൽ സിപ്ലോ കവർ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇത് എപ്പോഴും നമുക്ക് കൈ തുറന്ന് എടുക്കാനോ അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഉണ്ടാവരുത്. ഇപ്പോൾ മണി പേഴ്സിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മണി പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സീക്രട്ടായിട്ടുള്ള ഇതൊക്കെ കാണുമല്ലോ, അപ്പം ആ ഒരു ഭാഗത്തായിട്ട് വെച്ചാൽ മതിയാവും. അല്ല എപ്പോഴും നമ്മുടെ കൈ തട്ടി നമ്മൾ എടുക്കേണ്ടുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പൂജ ചെയ്യുന്നിടത്ത് മഹാലക്ഷ്മിയുടെ പാദത്തിൽ വെച്ച് എനർജൈസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എനർജിയുടെ ഫ്ലോ അതിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എപ്പോഴും നമ്മൾ തട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ കൈ കൊണ്ട് എടുക്കുന്ന രീതിയിലോ ഒന്നും വെക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ജൂലൈ മാസത്തിൽ വരുന്ന 30 വെള്ളി, അന്ന് കർക്കിടക മാസത്തിലെ 30 വെള്ളി ആയിരിക്കും, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു മാസം മുഴുവൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ധനവരവ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സിപ്ലോ കവർ നിങ്ങൾക്ക് എടുക്കാം. അതിലെ പഞ്ചസാര ഉറുമ്പുകൾക്ക് ഇട്ട് കൊടുത്ത് ആ നാണയം നിങ്ങൾക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് ഇടാവുന്നതാണ്. എന്നിട്ട് അതേ സിപ്ലോ കവറിൽ കർക്കിടക മാസത്തിൽ വരുന്ന 30 വെള്ളിയിൽ നമ്മൾക്ക് ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്ത് ഇതുപോലെ ലക്ഷ്മി ദേവിയുടെ പാദത്തിൽ വെച്ചതിന് ശേഷം എവിടെയാണോ സൂക്ഷിച്ച് വെക്കേണ്ടത് അവിടെ വെക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു ധനവരവ് നിങ്ങൾക്ക് ഈ ഒരു മാസം മുഴുവൻ തീർച്ചയായിട്ടും കാണാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നാളെ രാത്രിയിൽ വരുന്ന 8 മുതൽ 9 മണി വരെയുള്ള ശുക്രഹോര സമയത്ത് മാത്രമേ നമ്മളിത് ചെയ്യാനായിട്ട് പാടുള്ളൂ. എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.